മിസ്റ്റർ മലയാളി ടെക്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന XUV 400 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ നമ്മുടെ മഹീന്ദ്ര XUV 400 ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇതിൽ പിന്നെ ഇതൊരു ഡ്യുവൽ ടോൺ കാറാണ്. ഇതിൻ്റെ ഡ്യുവൽ ടോൺ വരുന്ന ബ്ലാക്കും ഈ കോപ്പർ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, നമ്മുടെ എംബ്ലം തന്നെ കോപ്പർ കളറിലാണുള്ളത്. പിന്നെ ഒരു എക്സ് ഡിസൈനുകളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടോ, ഇതൊരു ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഫ്രണ്ടിൽ അധികം അങ്ങനെ എയർ വെൻറ്റുകളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രില്ലൊന്നും കാണുന്നില്ല. ആകെ താഴെ കാണുന്ന ആ ഒരു എയർ ഡാം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സ്കിപ്പ് പ്ലേറ്റ് കാണാം. അതൊരു സിൽവർ ഡിസൈനിലാണ് വരുന്നിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് തരം ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. ഒന്ന് ആലജനും ഉണ്ട്, ഒരു പ്രൊജക്ഷൻ ലാമ്പും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ DRL നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ DRL സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മുടെ കോപ്പർ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇത് XUV 300 ഇത് ഫുള്ളൊരു DRL ആയിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നല്ലൊരു കോപ്പർ ഫിനിഷ് കാണാം. അങ്ങനെ കോപ്പറും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ഡിസൈനാണ് XUV 400 ഇനി പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മെയിൻ അട്രാക്ഷനായിട്ട് നമുക്കൊരു 16 ഇഞ്ചിൻ്റെ അലോയ് വീൽ ഉണ്ട്. ഇതെല്ലാം തന്നെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഇത് ഡീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യപ്പെടും നമ്മുടെ ബാറ്ററി. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ചാർജിങ് ലിഡ് തുറക്കാനുള്ള ആ ഒരു ഡോറാണ്. ഇതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള നോബ് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്ത് കയറുമ്പോൾ നോക്കാം. പിന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററുകളാണ്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് റൂഫിംഗ് റെയിൽ കാണാം. ഇത് നല്ല സ്ട്രോങ്ങുമാണ്. റേഡിയോനുള്ള ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷാഫിംഗ് ആൻറ്റിനായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്ലാമർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്പോയിലറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 ഹോളുകൾ കാണാം. അത് എയർ പാസിങ്ങിനുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം, ഡിഫോഗർ ലൈൻസ് കാണാം. പിന്നെ താഴെ ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് 2 XUV 400 എന്ന് കാണാം. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസമായിട്ടുണ്ട്. അതിങ്ങനെ ബാക്കിലേക്കുള്ള ബൂട്ട് ഡോറിലേക്ക് കടന്നു നിൽക്കുന്നതായിട്ട് കാണാം. റിമോട്ട് കീ വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ നമുക്കിവിടെ മാനുവൽ കീയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അൺലോക്കും ലോക്കും അതുപോലെ തന്നെ ബൂട്ട് തുറക്കാനുള്ള ഇതും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കിയാലോ ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബൂട്ട് അൺലോക്ക് ചെയ്യാനൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കിയിട്ട് ഇവിടെ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ 378 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വിശാലമായിട്ട് സ്പേസ് ഉണ്ട്. കണ്ടില്ല, ഒരു വലിയ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ചാർജിങ് കേബിൾ. നമ്മുടെ വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ചാർജറാണ്, ചാർജ് യൂണിറ്റാണിത്. അപ്പോൾ ഈ യൂണിറ്റ് അത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഒന്ന് സേഫ്റ്റിക്ക് കെട്ടി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ സീറ്റുകൾ നമുക്ക് മടക്കിയിട്ടാൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ 2 സീറ്റും സെപ്പറേറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിനിവിടെ കൊടുത്തിട്ടുണ്ട് ഹുക്കൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കയറി ഉള്ളിലെ സ്പേസൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് വണ്ടി എടുത്തൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ റിമോട്ടിൽ നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെ റിമോട്ട് കയ്യിലുണ്ടെങ്കിൽ ഡ്രൈവർ സൈഡിലെ ഡോറിൽ മാത്രം നമുക്ക് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് അൺലോക്ക് ചെയ്ത് വണ്ടിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡോറിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോണോട്ടോണാണ്. മൊത്തത്തിലൊരു ബ്ലാക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മേളിൽ ട്യൂട്ടറും ഇവിടെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോൻ്റെ കൺട്രോളുകളെല്ലാം കാണാം. ഇത് നമ്മുടെ മിററിൻ്റെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മിററിൻ്റെ കൺട്രോളുകളാണ്. താഴെ നമുക്ക് 2 കപ്പ് ഹോൾഡറുകൾ അല്ലെങ്കിൽ ബോട്ടിൽ സ്പേസ് കാണാവുന്നതാണ്. ഒരു 1 ലിറ്റർ വയ്ക്കാനും ഒരു ചെറുതും കിട്ടുന്നുണ്ട്. അത് റയറായിട്ടാണ് നമുക്ക് കാണാറുള്ളത്, ഇത്ര നല്ലൊരു സ്പേസ്. ഇവിടെ ഒരു സ്പേസ് നമുക്ക് കുടയൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലെതർ സ്പേസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ലെതറാണ്, പക്ഷേ ഇത് വളരെ രസമാണ്. നമുക്കൊന്ന് അകത്ത് കയറിയിരുന്ന് നോക്കാം. ഇപ്പോൾ വിശാലമായിട്ടുള്ള സ്ഥലം തന്നെ ഉണ്ടെന്ന് പറയാം. ഓടിച്ചാടി കയറിയിരിക്കാം. ഇപ്പോൾ സീറ്റ് മാക്സിമം പുറകോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. ഞാൻ മുന്നിലേക്ക് കയറ്റിയിട്ടും കാണിക്കാം. ഓക്കെ, ഇത്രമാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബാക്ക് സപ്പോർട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരു ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കണ്ടോ? ഇത് ബ്രേക്ക് ചവിട്ടി പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. കീ നമുക്ക് സ്വസ്ഥമായിട്ട് കീനെ നമുക്ക് എവിടെയെങ്കിലും വെക്കാം. ഇനി വണ്ടി ഓണാകുമ്പോൾ തന്നെ നമുക്ക് AC ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കും. നമുക്ക് AC ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടാണ്, കാരണം വണ്ടിയുടെ റേഞ്ച് കുറയാതിരിക്കാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ റേഞ്ച് തീർന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സിസ്റ്റവും കൂടി ഓഫ് ചെയ്യാണ്. അപ്പോൾ നോക്കി നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാണാൻ നല്ല സർക്കിളായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്.
ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ മഹീന്ദ്രയുടെ ലോഗോ കാണാം. അതിലൊരു ബ്ലൂ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, വളരെ നൈസായിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടറായിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകളാണ്. അതിൽ ഓഡിയോ കൺട്രോളുകളാണ്, പ്ലസ് മൈനസ്, അതിൻ്റെ മോഡുകൾ മാറ്റാനും കോൾ എടുക്കാനും കട്ട് ചെയ്യാനൊക്കെയുള്ള കൺട്രോൾ കാണാം. ഇവിടെ വോയിസ് കമാൻഡ് ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ചെറിയൊരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോബ് തിരിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ AC വെൻറ്റിൻ്റെ കൺട്രോളുകൾ കാണാം. അതുപോലെ 4 വിശാലമായ AC വെൻറ്റുകളുണ്ട്. വളരെ വലിയ ഉയർന്നൊരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിനുള്ളത്. സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് ഞാൻ ക്ലോസ് ചെയ്യട്ടെ, ഒരു ടച്ച് സ്ക്രീനാണ്. 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. വളരെ നല്ലൊരു സ്ക്രീനാണെന്ന് പറയാം, കാരണം എവിടെ നോക്കിയാലും ക്ലിയർ ആയിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. ഇതിൽ 6 സ്പീക്കർ അടങ്ങുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കേൾപ്പിക്കും. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് നോക്കൂ. പിന്നെ നമുക്കിവിടെ കുറേ ഡെഡിക്കേറ്റഡ് സ്വിച്ചുകൾ, ഫിസിക്കൽ സ്വിച്ചുകൾ കാണാം. ഇത് പ്രോഗ്രാമിൻ്റെയാണ്. ഡിസ്പ്ലേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട്. റേഡിയോന് സ്വിച്ച് ഉണ്ട്. ഇത് സിസ്റ്റം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ളതാണ്. സൗണ്ട് അത് കൺട്രോൾ ചെയ്യാനും. പിന്നെ ഫോണിൻ്റെയും നാവിഗേഷൻ്റെയും ഹോമിൻ്റെ ഒക്കെ ബട്ടൺ കാണാം. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡിഫോഗറിൻ്റെ ബാക്കിലെ ഡിഫോഗറിൻ്റെ സ്വിച്ചാണിത്. ഇത് ഡെമ്മി സ്വിച്ചാണ്, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ലൈറ്റ് സ്വിച്ചാണ്. നല്ല മനോഹരമായിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിസൈനും ആ ഫിനിഷിങ്ങും. അതുപോലെ തന്നെ ഇത് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ട്രിപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ സെൻറ്ററിലെ ഡിസ്പ്ലേയിൽ വരും. ഓക്കെ, നമ്മുടെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സർക്കുലർ ഷേപ്പിലുള്ള മീറ്റർ കൺസോളാണ്. ഒരു അനലോഗ് മീറ്റർ കൺസോളിന് നടുക്കൊരു ഡിജിറ്റൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഇരിപ്പ്. ഇതിൽ നമ്മുടെ റേഞ്ചും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് നടുക്കത്തെ ഡിസ്പ്ലേയിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മറ്റൊന്നും കൂടി കാണാൻ ഡ്രൈവ് മോഡ്. ഈ വണ്ടിക്ക് 3 ഡ്രൈവ് മോഡുകളാണ് ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്യാം. ഫസ്റ്റ് ഡ്രൈവ് മോഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മോഡാണ്. ഇനി ഒന്നും കൂടി ഞാൻ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫിയർലെസ് ഡ്രൈവിംഗ് ആക്ടിവേറ്റഡ് ആണ്. അത് കഴിഞ്ഞാൽ ഫൺ മോഡ് ആക്ടിവേറ്റഡ് ആണ്. അങ്ങനെ 3 മോഡുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ തന്നെ ഫൺ മോഡിലാണ് നമുക്ക് കൂടുതൽ ഇത് കിട്ടുക, അതായത് കൂടുതൽ റേഞ്ചൊക്കെ കിട്ടുക. ഫിയർലെസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ 173 റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഫൺ മോഡിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കട്ടെ, 210 കണ്ടോ. ഫൺ മോഡിലേക്ക് എത്തുമ്പോൾ റേഞ്ച് കൂടുന്നുണ്ട്. ഫിയർലെസ്സിലേക്ക് വരുമ്പോൾ, ഫാസ്റ്റ് മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കി കാണാം മിക്കവാറും റേഞ്ച് നന്നായി കുറയാൻ സാധ്യതയാണുള്ളത്. 196, ഓക്കെ 196 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിയർലെസ് മോഡലാണ് കൂടുതൽ റേഞ്ച് കുറയുന്നത്. 175 സംതിങ് നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് AC കൺട്രോളുകൾ കാണാം. ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ്. അത് നല്ല രസമുണ്ട്. ഞാൻ ഓൺ ചെയ്താൽ അത് പറയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ, ഇങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം ഹോട്ടാവുന്നു. ആ സ്വിച്ച് രസമുണ്ട്. താഴെ AC ഫാൻ സ്പീഡ് കാണാം. AC ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഡിഫോഗർ, പിന്നെ AC പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും, അതുപോലെ തന്നെ സർക്കുലേഷൻ മോഡും ഇൻടേക്കും. ഇത് മാക്സിമം AC നമുക്ക് പെട്ടെന്നൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മാക്സിമം AC ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് USB ഒരു പോർട്ട് കാണാം. അതുപോലെ തന്നെ ഓക്സിൻ്റെ പോർട്ടും കാണാം. അതിന് താഴെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇതൊരു എന്താ പറയുക, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വയർലെസ് ചാർജിങ് പോർട്ടൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു സ്പേസ് മാത്രമാണ്. ഇത് എടുക്കാനും പറ്റും, ജസ്റ്റ് ഊരിയെടുക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനിടയിൽ വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷനും കൂടി, സോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഗിയർ നോബ് എന്ന് പറയാം. കാര്യം ഇതിൽ ഗിയർ ഒന്നും ഇല്ലെങ്കിലും ഗിയർ നോബ് എന്ന് പറയാം. നമുക്ക് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷിങ്ങിലുള്ള ഈ ഒരു ഗിയർ നോബിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ മറ്റേ കോപ്പർ ഫിനിഷും കൂടി കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു എലഗൻറ്റ് ഡിസൈനാണെന്ന് പറയാം ഇതിനെ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഡ്രൈവ് മോഡ് ഇപ്പോൾ ന്യൂട്രലായിട്ടുണ്ട്.
താഴത്തേക്ക് എടുത്താൽ ഡ്രൈവ് മോഡാവും. പിന്നെ നമുക്കിവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ സംഭവം പാർക്ക് മോഡിലേക്ക് എത്തി. ഇനി നമുക്ക് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡറുകൾ സെൻറ്ററിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ടൊരു ഹാം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാലൊരു വെന്റിലേറ്റഡ് സീറ്റ് പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ ഇതിൽ ഹോളുകളൊക്കെ ഉണ്ടെങ്കിലും ആക്ച്വലി വെന്റിലേറ്റഡ് സീറ്റ് അല്ല. പക്ഷേ ഇത് വളരെ രസമായിട്ടുള്ള സീറ്റാണ്. ഫുൾ ബ്ലാക്കിലാണ് ഈ ഡിസൈൻ വരുന്നത്. അതിനിടയ്ക്ക് ചെറിയൊരു സ്റ്റിച്ചിങ്ങിന് ഒരു ബ്ലൂ കളർ കൂടി കൊടുത്തിട്ടുണ്ട്. ലെതർ അല്ല, ആർട്ടിഫിഷ്യൽ ലെതറാണ്, പക്ഷേ വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫിന് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്ക് സ്വിച്ച് നീക്കിയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ സൺറൂഫ് മുകളിലേക്ക് മാറ്റും. അവിടെ ചന്ദ്രനെ കാണാൻ കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് കൂടി പോകും. അപ്പോൾ വളരെ രസമായിട്ടുണ്ട് സൺറൂഫിലൂടെ നമ്മുടെ ആകാശ കാഴ്ച. അപ്പോൾ നമുക്കിനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് പ്രസ് ചെയ്താൽ മതി, പുള്ളി തന്നെ വന്ന് ക്ലോസ് ആയിക്കോളും. പിന്നെ നമുക്കിതും കൂടി മാനുവലായിട്ട് നമുക്ക് വലിച്ചിട്ട് അടച്ചു വയ്ക്കാം. പിന്നെ 2 സൈഡിലേക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു സൺഗ്ലാസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൺവൈസറിൽ നമുക്ക് മാറ്റി മിററും കൊടുത്തിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ മുകളിൽ ലൈറ്റും കത്തും. അടിപൊളി. അപ്പോൾ ഡ്രൈവർ സൈഡിൽ അത് കൊടുത്തിട്ടില്ല. ഡ്രൈവർ സൈഡിൽ ജസ്റ്റ് സൺവൈസർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര എയർ ബാഗ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മൊത്തം 1 2 3 4 5 6, അതുപോലെ ഇപ്പുറത്ത് 2 സൈഡിലും കൂടി 7 8 എയർ ബാഗുകളാണ് ഈ വണ്ടിയിലുള്ളത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും വേറെയും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് പോയിട്ട് ബാക്കിലെ സ്പേസും കൂടി നോക്കിയിട്ട് ശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലെ സ്പേസും കൂടി നോക്കാം. ബാക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വിൻഡോൻ്റെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ 1 ലിറ്റർ ബോട്ടിൽ സ്പേസും ഉണ്ട്. അല്ലാതെ തന്നെ ഒരു സ്പേസ് വേറെ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഈ സീറ്റ് ഏറ്റവും പുറകിലേക്ക് ഇറക്കിയിട്ടുള്ള സീറ്റാണ്. അപ്പുറത്തെ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലേക്ക് കിടക്കണം. ഏറ്റവും അല്ല, എന്നാലും ഫ്രണ്ടിലേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ കയറിയിരിക്കുമ്പോൾ നമുക്ക് നോക്കുന്നുണ്ടോ, നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒന്നും എനിക്ക് പോലും മുട്ടുകാലിടിക്കുന്നില്ല. അപ്പുറത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടംപോലെ സ്പേസാണ്. 5 സീറ്ററാണ് ഈ വണ്ടി. അപ്പോൾ സെൻറ്ററിലും 3 പേർക്ക് വിശാലമായിട്ടിരിക്കാം, വേണമെങ്കിൽ 4 പേർക്കും ഇരിക്കാം. പിന്നെ സെൻറ്ററിൽ നമുക്കൊരു ഹാം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാം റെസ്റ്റിൽ 2 ചെറിയ കപ്പ് ഹോൾഡറുകളും കാണാം. പിന്നെ 3 പേർക്കും ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് 3 തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ ഗ്രാബ് ഹാൻഡിൽ കാണാം, അത് സ്ലോയിൽ പോകുന്നതാണ്. ഇവിടെ ബ്ലേസർ ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എയർ ബാഗ് ഇവിടെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിലെ എല്ലാ പാസഞ്ചേഴ്സിനും എയർ ബാഗിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ സെൻറ്ററിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ക്യാബിൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ഉണ്ട്, നടുക്കും ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് AC-യുടെ ഒരു വെൻറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഫ്രണ്ടിൽ നിന്നുള്ള AC നന്നായിട്ട് തന്നെ പുറകിലേക്ക് കിട്ടുന്നുണ്ട്. പുറകിലിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രശ്നം തോന്നുന്നില്ല. പിന്നെ നമുക്കിത് ഇവിടെ ഞാൻ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അത് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇപ്പോൾ കാണിച്ചില്ല. സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഞാനപ്പോൾ വണ്ടീനെ പിടിച്ച് ഡ്രൈവ് മോഡിലേക്ക് ഇടുകയാണ്. ഡ്രൈവ് മോഡിലേക്ക് ഇടുമ്പോൾ നമുക്കിവിടെ മോഡുകൾ, നമുക്ക് ഡ്രൈവ് മോഡ് എടുക്കാൻ സെലക്ട് ചെയ്യാം. നമുക്ക് തൽക്കാലം ഫിയർലെസ്സിലിട്ടിട്ട് വണ്ടി എടുക്കാം, ഒരു പേടിയും വേണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഫിയർലെസ് മോഡിൽ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വണ്ടി പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് ആക്സിലേഷൻ കൊടുക്കാതെ തന്നെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് കാറിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്മൂത്താണ്. കാരണം ശബ്ദവും ഇല്ല, വൈബ്രേഷനും ഇല്ല. പിന്നെ നമ്മുടെ നല്ല സീലിംഗ് ആയിട്ടുള്ള ഡോർസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് വേറെ നോയ്സ് ഒന്നും കേൾക്കുന്നില്ല. ആകെ കേൾക്കുന്നത് എന്തോ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദം. മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദം എന്ന് പറയാൻ പറ്റില്ല. എന്തോ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അത്രേ ഉള്ളൂ. അതൊരു നോയ്സ് എന്ന് പറയാനൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ പോവാം. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, വണ്ടി നമ്മൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന സംശയമുണ്ട്. അത്ര നിശബ്ദമായിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു കയറ്റം കയറുകയാണ്. വളരെ സ്മൂത്തായിട്ടാണ് കയറ്റം കയറി പോകുന്നത്. ഈ വാഹനത്തിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 39.4 kW/h ആണ്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 100 kW ആണ്.
അതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ട് പവർ ഔട്ട്പുട്ട് തരുന്നത് 147.51 BHP ആണ്. മാക്സിമം ടോർക്ക് കിട്ടുന്നത് 310 Nm ആണ്. കമ്പനി അവകാശപ്പെടുന്നത് 456 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ്. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നത് 250 അതേസമയം ഒരു 200 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യാനുള്ള പരിപാടി നോക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഡ്രെയിൻ ഔട്ട് ആവാതെ മുന്നേ തന്നെ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ബാറ്ററിയുടെ ഒരു ലൈഫിന് വേണ്ടിയിട്ട്. എന്നിരുന്നാലും നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇക്കോണമി റേഞ്ച് നോക്കി ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇറക്കത്തിലൊക്കെ ഒരുപാട് ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ കുറേ കൂടി ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് 300ലേക്കൊക്കെ എത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ വാറണ്ടി തരുന്നത് 8 വർഷമാണ്, അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ്. പിന്നെ ഈ ബാറ്ററിയുടെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 ആംപിയറിൻ്റെ നമ്മുടെ സാധാ പവർ പ്ലഗിൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13 മണിക്കൂറാണ് ചാർജിങ് ടൈം വരുന്നത്. അതേസമയം 7.2 കിലോവാട്ടിൻ്റെ AC അഡാപ്റ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആയി കിട്ടും. ഇനി ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിലോവാട്ടിൻ്റെ DC ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 80% വരെ 0 to 80% എത്തിക്കാൻ പറ്റും. പിന്നെ വാഹനത്തിൻ്റെ സ്പീഡ് പറയുന്നുണ്ടെങ്കിൽ 0 to 100 ആവാൻ വേണ്ടി വരുന്നത് 8.3 സെക്കൻഡാണ്. ഇത് അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്. 3210 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. എന്നിരുന്നാലും ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വലിയ വാഹനം ഓടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഒതുക്കമുണ്ട്, എന്നാൽ അകത്ത് നല്ല സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തരം സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. EBD ഉണ്ട്, ESP ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് വാണിംഗ് ഉണ്ട്. 80 കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോഴത്തേക്കും സ്പീഡ് വാണിംഗ് അടിക്കും. അങ്ങനെ ഏകദേശം അത്യാവശ്യം വേണ്ടി വരുന്ന എല്ലാത്തരം സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.